തൂത്തരാനാണ് അവിടെ നിൽക്കുന്നത്. ചുച്ചു അമ്പടാ നീ കൊള്ളാലോ. ആ ഡ്രസ്സ് ചുമപ്പായതുകൊണ്ടാണോ? അയ്യോ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളുണ്ടായിരുന്ന അതേ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഇന്നും. ഇവിടുത്തെ നായ്ക്കുട്ടികളെയും പക്ഷികളെയും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ വളരെയധികം വൈവിധ്യമാർന്ന ഇനത്തിൽപ്പെട്ട ആടുകളും പശുക്കളും ഒക്കെ ഉണ്ട്. ഇനി അവരെ ഒന്ന് പരിചയപ്പെടാം. മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും കേട്ടോ ഇത്. കണ്ടാൽ തന്നെ നമുക്ക് ഓമനിക്കാൻ തോന്നുന്ന കനേഡിയൻ പിഗ്മി ഇനത്തിൽപ്പെട്ട ആട്ടിൻകുട്ടിയുണ്ട്. അതുപോലെ രാജസ്ഥാൻകാരിയായിട്ടുള്ള രാത്തിയുണ്ട്. നോർത്ത് അമേരിക്കൻ ബ്രീഡായിട്ടുള്ള HF ഉണ്ട്. 1.5 വയസ്സുള്ള ജാഫർവാദി ഇനത്തിൽപ്പെട്ട നമ്മുടെ പോത്തുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന താരങ്ങൾ. ഇവരുടെയൊക്കെ അടുത്ത് കുറച്ച് സമയം ചെലവഴിച്ചതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ മാടി വിളിക്കുന്നത് ഈ ബാർബറി ഫാമിലിയുടെ തലവനാണ്. കൊമ്പൊക്കെ ഉടക്കി നമ്മളിങ്ങനെ മാടി വിളിക്കും അദ്ദേഹം. അപ്പം പിന്നെ ഭാര്യയും മക്കളെയൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ക്യൂട്ടായിട്ടുള്ള 2 ആട്ടിൻകുട്ടികളാണ്. സിസ്റ്റേഴ്സാണ്, പക്ഷേ ഭയങ്കരമായിട്ട് നമ്മളോട് കൂട്ടാവുകയും ഇണങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് അവർക്ക്. ദേഹത്ത് 2 പേർക്ക് 2 തരത്തിലുള്ള പുള്ളികളൊക്കെയാണ് കേട്ടോ, പക്ഷേ അവർ സഹോദരിമാരാണ്. ഇനി ഒറ്റയ്ക്ക് കിടക്കുന്ന ആളാണ് കനേഡിയൻ പിഗ്മി. ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ് വിളിക്കുവാന്ന് തോന്നുന്നു രാത്രി. എന്നാലും അതിനു മുമ്പ് നമുക്കൊരു പ്രധാനിയെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. പറമ്പിലെങ്ങാനും കിട്ടുമോ? സാധാരണ പോത്തിന് ഇത്ര രോമം കാണുമോ? തൂത്തരാനാണ് അവിടെ നിൽക്കുന്നത്. ചുച്ചു അമ്പടാ നീ കൊള്ളാലോ. തൂത്ത് വരാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണോടാ? എണീറ്റേ, ഞാൻ പോവാട്ടോ. ഇനി നമ്മൾ തൊഴുത്തിലേക്ക് കയറുവാണെങ്കിലും തൊഴുത്ത് നല്ല വൃത്തിയും വെടുപ്പുമായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ പശുക്കളുടെ കാല് പോലും കാണണം, നല്ല വൃത്തിയായിട്ട്, നമ്മുടെ കാലിനേക്കാൾ വൃത്തിയായിട്ടാണ് അവർ പശുവിൻ്റെ കാലൊക്കെ വരെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ ഫാനൊക്കെ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അതുപോലെ അവർക്ക് കുടിക്കാനായിട്ട് ഇതിലാണ് വെള്ളം ഇപ്പോൾ ഉള്ളത്. ഇത് ഓട്ടോമാറ്റിക് ഡ്രിങ്കറാണ് കേട്ടോ. അവർ വെള്ളം കുടിക്കുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഈ ഒരു ലെവലിൽ തന്നെ ഫില്ലായി വന്നോളും. 15 വർഷമായിട്ട് ഇവിടുത്തെ പശുക്കളെ കറക്കാൻ വരുന്ന ആളാണ് രാജ്കുമാർ. തെങ്കാശി ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടോ? ഇവര് ഭയങ്കര കൂട്ടല്ലേ, നമ്മളെ പേടിയോ ഒന്നുമില്ലല്ലോ. ഇന്ന് വെളിച്ചം കുറഞ്ഞത് കൊണ്ടും മഴയൊക്കെ പെയ്തിരിക്കുന്നത് കൊണ്ടും നമ്മളെല്ലാവരെയും നാളെയാണ് പുറത്തിറക്കി കാണാൻ പോകുന്നത് കേട്ടോ. എന്തായാലും ആട്ടിൻകുട്ടികൾക്ക് നൈറ്റ് സഫാരിക്കുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അവരിതിലെ കറങ്ങി അടിച്ച് നടപ്പ് തന്നെയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് എല്ലാവരും നിൽക്കുകയാണ് അവരുടെ ഡ്യൂട്ടിക്കായിട്ട്.
പാലെടുക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഭക്ഷണം പ്രായത്തിൽ ഏറ്റവും മുതിർന്ന ഒരു പശുവിനെങ്കിലും കൊടുത്തിട്ടാണ് അവർ കറക്കാൻ തുടങ്ങുന്നത് കേട്ടോ. തൻ്റെ ചാൻസിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മളുടെ ഒരു തലോടൽ അവരാഗ്രഹിച്ച് ഇങ്ങനെ തലയൊക്കെ നീട്ടി നമ്മുടെ അടുത്ത് കൊണ്ടുവരും. നന്നായിട്ട് നമ്മളോട് സ്നേഹം കാണിക്കുന്ന ഒരു മൃഗം തന്നെയാണല്ലേ പശുക്കൾ. അങ്ങനെ രാവിലെ 4:30 കുളി മുതൽ തുടങ്ങുന്ന പണികളെല്ലാം ഒതുങ്ങി പാല് സൊസൈറ്റിയിലേക്ക് പോകുമ്പോഴേക്കും ഏകദേശം 7 മണിയെങ്കിലും ആകും. രാവിലെ ശുദ്ധമായ പശുമ്പാലിൽ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് ഇവർ ഓരോരുത്തരെയും പുറത്തിറങ്ങി കാണാനുള്ള സമയമായി. ആദ്യം തന്നെ കേരളത്തിൻ്റെ സ്വന്തം കോട്ടയം ജില്ലയുടെ തന്നെ വെച്ചൂർ പശുവാണ്. വൈക്കം താലൂക്കിലെ വെച്ചൂരാണ് ഇവരുടെ തറവാട് കേട്ടോ. അപ്പോൾ പൊക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ കുഞ്ഞന്മാരാണ് ഇവർ. ഒരു 87 മുതൽ 124 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഇവർ പൊക്കം വെക്കുകയുള്ളൂ. പൊക്കക്കുറവിൻ്റെ കാര്യത്തിൽ ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ വരെ ഇവരുടെ പേരുണ്ട്. വംശനാശ ഭീഷണിയൊക്കെ ഉള്ളതിനാൽ പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇനം കൂടിയാണിത്. ഇവരുടെ പാലുൽപാദനം ഏകദേശം 2 ലിറ്ററോളം വരെയൊക്കെ ഉള്ളെങ്കിലും വളരെ ഗുണമുള്ള പാലാണ് ഇവർ തരുന്നത്. ക്രിറ്റിക്കൽ മെയിൻറ്റെയിൻഡ് ബ്രീഡ്സ് ലിസ്റ്റിൽ വരെ ഇവരുടെ പേരുണ്ട്. ഇവളുടെ കൊമ്പ് അടുത്തിടെ ഊരിപ്പോയതാണ് കേട്ടോ. നനച്ചോന്ന് പറയാൻ തോന്നുന്നു. ഇങ്ങനെ നീട്ടി തരുന്നു. കുതിരയെ പോലെ തുള്ളി വരുന്ന ഇവളാണ് രാത്തി. രാജസ്ഥാൻകാരിയാണ് കേട്ടോ. ഇവളൊരു പ്യോർ ബ്രീഡാണ്. അതുപോലെ ദേഹത്തുള്ള ഈ പുള്ളികളാണ് ഇതിൻ്റെ പ്രത്യേകത. വെയിലത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയിൽ തിളങ്ങുന്ന വെളുത്ത സ്കിന്നിൽ ബ്രൗൺ ഡോട്ട്സ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അതുപോലെ നല്ല ചൂടുള്ള ക്ലൈമറ്റിനൊക്കെ പറ്റിയ ഒരു ഇനം പശുവാണ്. തൊടുപുഴ കാർഷിക മേളയിൽ കഴിഞ്ഞ വർഷം ഇവളെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാടൻ പശുവിൻ്റെ ഇനത്തിൽ ഇവള് സമ്മാനമൊക്കെ നേടിയിട്ടുണ്ട് കേട്ടോ. ഇവളുടെ കണ്ണുകളുടെ ഭംഗിയും ചുമലിലുള്ള മുഴയും ഒക്കെ ഇവളെ ഒരു പ്രത്യേക സുന്ദരിക്കുട്ടി തന്നെ ആക്കുന്നുണ്ട്. ചാടിക്കളിക്കുവാണോ? ഇനി വരുന്നത് നമ്മുടെ കണ്ണപ്പനാണ് കേട്ടോ. കണ്ടാലൊരു ഭീകരനാണെന്ന് തോന്നുമെങ്കിലും കുഞ്ഞു കുട്ടികളുടെ രീതിയാണ്. തലയിൽ നമ്മൾ തലോടി കൊടുക്കുന്ന ആശാന് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതിനായിട്ട് തല ഇങ്ങനെ കുമ്പിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. ഇന്ത്യൻ വാട്ടർ ബഫലോ എന്നാണ് ഇവൻ്റെ വിളിപ്പേര്. ഉത്ഭവം ഗുജറാത്താണ്. ഇന്ത്യൻ ബഫലോ ബ്രീഡ്സിൽ പ്രധാനപ്പെട്ട ഒരാളാണിവൻ. ബഫലോസിൻ്റെ കാര്യത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് ബ്രസീലിലെത്തിയ ഇനമാണിവൻ. വളഞ്ഞ് ചെവിയിൽ മുട്ടുന്ന രീതിയിൽ കരുത്തൊട്ട കൊമ്പുകളാണ് ഇവൻ്റെ ഒരു പ്രത്യേക ആകർഷണം. ഇവൻ്റെ തല കണ്ടാലും മനുഷ്യൻ്റെ തലയുടെ എന്തൊക്കെയോ ഒരു സാദൃശ്യം നമുക്ക് തോന്നും. ആ ഡ്രസ്സ് ചുമപ്പായതുകൊണ്ടാണോ? അയ്യോ, ഇത് നമ്മുടെ ജേഴ്സി പശുവാണ് കേട്ടോ. ഉള്ളതിൽ ഏറ്റവും പ്രായമുള്ള ഒരു പശുക്കുട്ടിയാണിത്. ഇത് നോർത്ത് അമേരിക്കൻ ബ്രീഡായ HF ആണ്. ഹോൾസ്റ്റെയിൻ ഫെറിസ്റ്റെയിൻ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ ഫുൾ ഫോം. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഡച്ച് പ്രൊവിൻസുകളിലൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദന ശേഷിയുള്ള ഒരിനമാണിത്.
ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 680 കിലോ മുതൽ 770 കിലോ വരെ ഭാരമൊക്കെ വെക്കും. പൊക്കത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും അത്യാവശ്യമുണ്ട്. 145 മുതൽ 165 സെൻറ്റിമീറ്റർ വരെയൊക്കെ പൊക്കം വെക്കാറുണ്ട്. അധികവും ഇവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലൊക്കെയാണ് കാണുന്നത്. ചില പശുക്കളിൽ മാത്രം റെഡ് ആൻഡ് വൈറ്റ് കൂടി കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവരെ മിൽക്കാന പശു എന്നൊക്കെയല്ലേ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. പണ്ട് മിൽക്കാനയുടെ പരസ്യത്തിലുണ്ടായിരുന്ന അതേ പശുവിൻ്റെ ഒരു ലുക്കൊക്കെയാണ് ഇവർക്കും. ഉമ്മ തരുവാണോ? ബാബുചേട്ടന് കിസ്സൊക്കെ കൊടുക്കുന്നു ഇവിടെ നിന്ന്. ഒന്നര വയസ്സാണ് നമ്മുടെ കണ്ണപ്പൻ്റെ പ്രായം. ഇപ്പം തന്നെ 500 കിലോയ്ക്ക് മുകളിലുണ്ട്. 1500 കിലോ വരെ ഭാരം വയ്ക്കുന്ന ഒരു ഇനമാണ് ജാഫർവാദി. നമ്മുടെ കണ്ണപ്പന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കുളി. ഇവൻ ഒരു 6 നേരമെങ്കിലും ഒരു ദിവസം കുളിക്കുന്നത് വലിയ സന്തോഷമാണ്. എപ്പോഴും ദേഹം തണുത്തിരിക്കുന്നതാണ് അവനിഷ്ടം. അതുകൊണ്ട് കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ പോലും അവന് ഫാനും വേണം. ഇനി ഇവരെയൊക്കെ നോക്കി ഇവരുടെ കൂട്ടത്തിൽ അധികവും സമയവും ചെലവഴിക്കുന്ന ഒരാളുണ്ട്, ബാബുചേട്ടൻ. അപ്പോൾ ബാബുചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 28. ഇവിടെയാണ് ചേട്ടൻ്റെ വീട്? പുതുപ്പള്ളി, കോട്ടയം. അത് കാരണം കേട്ടിട്ടുണ്ട്. ഇതുങ്ങളെല്ലാം പാവം, ആരും ഒരു ശല്യം. നമ്മളിപ്പം കഴുകോ കുളിപ്പിക്കുന്ന അത് പൊന്നിച്ചിട്ട പേരാണ് കണ്ണൻ. മടക്കേണ്ട ഞങ്ങൾ ഭായി കൂട്ടി കണ്ണൻ ഭായി കണ്ണൻഭായി. കണ്ണൻഭായി വിളിച്ചു പുള്ളിയൊക്കെ തലയും കുളിച്ച്. ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? പശുവിനെയാണോ ആടിനെയാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെ പറയാം. എനിക്കിപ്പോ എല്ലാവരും ഒരുപോലെ ഉള്ളു. ഇതിൽ കൂടുതൽ ഇഷ്ടം ഏതാ പശുക്കളില്? പശുവാണോ പോത്താണോ ഏതാ ഇഷ്ടം? അതെ, ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം പശുക്കളാണ്. ഇവിടെ ഈ വയസ്സായതിനല്ലേ? ഒരു ശല്യമില്ല, നമുക്ക് അവളും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് 1-2 പശുവൊക്കെ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ചേട്ടനാണോ കൊണ്ടുപോകുന്നേ? ഇല്ല, നമ്മളല്ല, 4 ഡോക്ടർ ഇവിടെ വരുമോ? 4 പേരുണ്ട് ഡോക്ടർമാർ. അത് അന്നേരം നമ്മൾ വിളിച്ചാലും വരും. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അന്നേരം അവരെല്ലാം വിടും. അവരിവിടെ വന്ന് നോക്കിക്കോളും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പാലൊക്കെ കിട്ടുന്ന വേറെ കാര്യങ്ങൾ. ഇതൊക്കെ നല്ല പാല് കിട്ടുന്ന പശുവാണ്. 22 ലിറ്റർ പാൽ അവർക്ക് കിട്ടും. ഇനി വേറെ ഏതെങ്കിലും പശുവിനെ മേടിക്കണം ചേട്ടന് ആഗ്രഹമുണ്ടോ? ഇവിടെ മേടിച്ച കൊള്ളാന്ന്? ഇല്ല, കൊള്ളാം. ഞങ്ങൾ തിരക്കൊണ്ടിരിക്കുകയല്ലേ. എത്ര എണ്ണം തിരക്കൊണ്ടിരിക്കുക, ഇന്നും കിട്ടുന്നില്ല. വില ഉണ്ടെങ്കിൽ അത് വില പ്രശ്നമല്ല. നല്ല പാല് കിട്ടുന്ന പശുവാണെങ്കിൽ ഇപ്പം തപ്പും മേടിച്ചോണ്ട് തിരക്കുന്നുണ്ട്. പുറത്തോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര വന്നാലും നമുക്കൊരു മനസ്സിന് മടിയില്ല. നമുക്ക് സമയം പ്രശ്നമില്ല. ആടുമാടുകളോടുള്ള സ്നേഹം കുറയില്ലാത്തത് കൊണ്ട് വെറൈറ്റികളോടുള്ള അന്വേഷണവും ഇവിടെ തീരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. എന്നാലാണ് മുന്നോട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.